അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു നമ്മുടെ ഇരുത്തം അമലു സാലിഹാത്തായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ റബീഉൽ അവ്വലിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളമായി ഓർക്കുന്ന ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രവാചകൻ്റെ വലുപ്പത്തെക്കുറിച്ചോ മഹത്വത്തെക്കുറിച്ചോ അറിയാത്ത ആൾക്കാരല്ല. നമ്മളൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർന്ന ആളാണെങ്കിൽ എത്രയോ പ്രാവശ്യം കേട്ട വിഷയമായിരിക്കും എന്ന് പറഞ്ഞാൽ മാത്രമല്ല, നമ്മളെ എല്ലാ ദിവസത്തിലും നമ്മൾ അത്തഹിയാത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയുന്നു, ബാങ്കിൽ പ്രവാചകനെ കേൾക്കുന്നു. അപ്പോൾ അറിയാത്ത വിഷയമേ അല്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ മഹത്വമോ വലുപ്പമോ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതേസമയം പ്രവാചകനെ ഇത്രയും കേട്ടിട്ട് അതും മുസ്ലിം സമുദായം, നമ്മളെ ജീവിതം, നമ്മുടെ സംഘടനകൾ, ചുറ്റുമുള്ള അവസ്ഥ, അപ്പോൾ ഗസ വെച്ചുകൊണ്ട് മുസ്ലിം സമുദായം അതിനോട് പ്രതികരിച്ചത്, ഇന്ത്യയിലെ അവസ്ഥ, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ പ്രവാചകനെ ഇത്രയും അറിഞ്ഞിട്ടും പ്രവാചകൻ നമ്മളെ എവിടെയുമില്ല എന്ന് സത്യസന്ധമായി നമുക്ക് വിലയിരുത്താൻ കഴിയും. പ്രവാചകനുണ്ട്, പള്ളിയിലുണ്ട്, നമ്മൾ ദിക്റ് ചൊല്ലുമ്പമുണ്ട്, പിന്നെ നമ്മുടെ നോമ്പ് തുറക്കുമ്പം കാരൊക്കെ തിന്നെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ട്. അതേസമയം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ പ്രവാചകൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സത്യസന്ധമായി വിലയിരുത്തിയാൽ അതിൽ കുറേ പ്രശ്നങ്ങളുള്ളതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രവാചകനോടുള്ള സമീപനത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ, ബാക്കി നിങ്ങളെ ചിന്തക്ക് വിടുകയാണ്. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും രണ്ട് വിഷയങ്ങൾ പിന്നെ നമ്മൾ ആലോചിച്ചാൽ ഈ രണ്ട് വിഷയങ്ങളോടും മുസ്ലിങ്ങൾ എടുത്തിട്ടുള്ള ഒരു തെറ്റായ നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനിച്ച് മാറ്റി നിർത്തുന്ന സമീപനമാണ് എടുത്തത്. മനുഷ്യന് കഴിയുന്ന ഒരു ഇതാണ്. ഒന്ന് ബഹുമാനമുണ്ട്. ബഹുമാനം എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ ബഹുമാനമാണ്. ഇപ്പോൾ ഖുർആൻ പെട്ടെന്നൊരു നമ്മളെ ഷെൽഫിൽ നിന്ന് താഴത്തേക്ക് വീണാൽ നമ്മളതിന് മുത്തിയിട്ട് തിരിച്ചു വെക്കും, എന്തെങ്കിലും പൊടി പിടിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഖുർആൻ്റെ ആയത്തുകൾ അറിയുന്ന എത്ര ആൾക്കാരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുലവും തുച്ഛമായിരിക്കും. ഖുർആൻ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുലവും തുച്ഛം. ബഹുമാനമാണ്, പക്ഷെ ബഹുമാനിച്ച് മാറ്റി നിർത്തുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവനാണ്. പ്രവാചകൻ്റെ ഒരു കാർട്ടൂൺ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ സമരം ചെയ്യും, പ്രശ്നമാക്കും. പ്രവാചകൻ എന്ന് പറയുന്നിടത്ത് പ്രവാചകനെ എന്തെങ്കിലും തരത്തിൽ വിമർശിച്ചാൽ നമ്മളത് വലിയ വിഷയമാക്കും. അതേസമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ ജീവിതവും നമ്മുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളവരുണ്ടാവും, എന്നാൽ വളരെ കുറവാണ്. മുസ്ലിം ജീവിതത്തിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ബഹുമാനിച്ച് മാറ്റി നിർത്തുക എന്ന തെറ്റായ നിലപാട് നമ്മൾ എടുത്തിട്ടുള്ളതായി കാണാൻ പറ്റും. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രസക്തി? ഇതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. 1400 വർഷങ്ങൾക്ക് മുന്നേ ഒരു മരുഭൂമിയിൽ 23 വർഷക്കാലം ഒരു മനുഷ്യൻ്റെ ജീവിതവും 2026 ഖത്തറിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മളെ ജീവിതവും തമ്മിൽ എന്താണ് ബന്ധം? ഇതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഏകദേശം കുറേ ക്ലിയർ ആവും. ഈ ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം വളരെ സവിശേഷമായൊരു മതമാണ്. എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയാലും ഇസ്ലാമിൻ്റെ ഒരു നിയമം മുസ്ലിം എന്ന അർത്ഥത്തിൽ നമുക്കുണ്ടാവും. നിങ്ങൾ സാമ്പത്തിക ഇടപാട് നടത്തി നോക്കുമോ, അവിടെ ഇസ്ലാമിൻ്റെ ഒരു നിയമം ഉണ്ടാവും. നമ്മൾ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇസ്ലാമിൻ്റെ നിയമം ഉണ്ടാവും. നമ്മൾ ജോലി സ്ഥലത്ത് പോയാൽ ഇസ്ലാമിൻ്റെ ഒരു നിയമം പാലിക്കണം. ഇസ്ലാമിന് എല്ലാ മേഖലയിലും നിയമങ്ങളുള്ള ആശയമുള്ള ഒരു മതമാണ്. അത് ഒരു ഭാഗം. അത് ജീവിതത്തിൽ പകർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകളെ അള്ളാഹു ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ എപ്പോഴൊക്കെ സിറാത്തുൽ മുസ്തഖീമിൽ നിൽക്കാൻ ശ്രമിക്കുന്നുവോ നമ്മളെ അതിൽ നിന്നും തടുക്കുന്ന രീതിയിലുള്ള ഒരു വഞ്ചനാത്മകമായ ചുറ്റുപാടാണ് നമുക്ക് ചുറ്റും. നിങ്ങൾ സുബഹി നിസ്കാരം മുതൽ ഓരോന്നെടുത്താൽ മനസ്സിലാവും. രണ്ട്, നമ്മുടെ തന്നെ നഫ്സ് എന്താണ്? നമ്മുടെ തന്നെ നഫ്സ് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ എന്തോ ഒരു ത്യാഗം സഹിച്ചാലേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ഇസ്ലാമിന് കുറേ തത്വങ്ങളുണ്ട്, അത് അപ്ലൈ ചെയ്യൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഫാക്റ്റാണ്, ഖുർആൻ പറയുന്ന ഫാക്റ്റാണ്. അള്ളാഹു എന്താ ചെയ്തത്? ഇസ്ലാമിനെ 23 വർഷം കൊണ്ട് പെർഫെക്റ്റായിട്ട്, ബ്യൂട്ടിഫുള്ളായിട്ട്, സുന്ദരമായിട്ട് അതിൻ്റെ ഓരോ നിയമങ്ങളും ഒരു ജീവിതത്തിൽ
അപ്ലൈ ചെയ്ത് കാണിച്ചു തന്നൊരു ജീവിതം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നു. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴൊക്കെ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും നിയമം അപ്ലൈ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ആദ്യത്തെ സെക്കൻഡിൽ അള്ളാഹു നമ്മളോട് പറയും, നീ എന്ത് ചെയ്യണം, പ്രവാചകനെ നോക്കി നോക്കൂ. എത്ര സുന്ദരമായിട്ടാണ് 23 വർഷം തൻ്റെ ദാമ്പത്യ ജീവിതം മുതൽ യുദ്ധരംഗത്ത് മുതൽ വഴിയിൽ മുതൽ ഓരോ സ്ഥലത്തും അപ്ലൈ ചെയ്ത. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ ജീവിതവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഖുർആൻ അതിന് ഉപയോഗിക്കുന്ന പദം ഉസ്വത്തുൻ ഹസന എന്നാണ്. ഉസ്വത്തുൻ ഹസന. ഈ ആയത്ത് ഇറങ്ങിയത് സൂറ അഹ്സാബിൽ 21-ാമത്തെ ആയത്താണ്. നമുക്ക് ഹന്തക് യുദ്ധം അറിയാം. ഹന്തക് യുദ്ധം അറിയാലോ. വളരെയധികം ത്യാഗം മാത്രമല്ല ധൈര്യവും ആവശ്യമുള്ളൊരു ഘട്ടമാണ് ഹന്തക് യുദ്ധം. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് നിമിഷവും ശത്രു എന്ത് ചെയ്യാം, അറ്റാക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു പുതിയ ഐഡിയ ആണ് എന്ത്, ഒരു കിടങ്ങ് കുഴിക്കാം. അതിൽ ഉറപ്പില്ല ഇത് വിജയിക്കോ ഇല്ല എന്നുള്ളത്. അപ്പോൾ കുറച്ച് മുസ്ലിങ്ങളെങ്കിലും എന്ത് ചെയ്തു, ഇതിപ്പോൾ പ്രശ്നമാവോ, ഇത് ബുദ്ധിമുട്ടാവോ എന്ന് ചിന്തിച്ചുകൊണ്ട് മാറി നിൽക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് റസൂലിൽ എന്തുണ്ട്, ഉത്തമമായ മാതൃകയുണ്ട്. ആ കിടങ്ങ് കുഴിക്കുമ്പോൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ധൈര്യക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആരെ നോക്കിയാൽ മതി, റസൂലിനെ നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിൽ പോകുമ്പം കാണാൻ പറ്റാത്തത് നമ്മുടെ മുന്നിൽ വരികയും അതിൻ്റെ മുന്നിൽ കണ്ണ് താഴ്ത്താൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഉസ്വത്തുൻ ഹസന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണ് താത്തിയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റും. നമുക്ക് ആരെങ്കിലും നമ്മളെ തെറി വിളിച്ചിട്ട് തിരിച്ച് തെറി വിളിക്കാതെ ക്ഷമിക്കാൻ ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവാചകനല്ലാത്ത ഒരു റോൾ മോഡലും മുസ്ലിമിന് പ്രസക്തമല്ല. വേറൊരു റോൾ മോഡലും നമുക്ക് സാധ്യമേ അല്ല. ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഹീറോ ഉണ്ടെങ്കിൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞു തരുന്നത് എന്താണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ ചൂടിൽ നമുക്ക് മാതൃകയാകണം. ജീവിതത്തിൻ്റെ ചൂടിൽ മാത്രം. നമ്മളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയുന്നത്, ഇതൊരു ക്ലാസ് ആയിട്ട് എടുക്കരുത്. ഞാനും നിങ്ങളും ജീവിതത്തിനെ കറക്റ്റ് ചെയ്യാൻ കുറേ റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയതാണ്. ഈ റബീഉൽ അവ്വൽ ഉപയോഗിച്ചുകൊണ്ട് ഏതോ അർത്ഥത്തിൽ പ്രവാചകനെ ഒരു അധികം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളൊരു ശ്രമം നമ്മൾ തന്നെ ഒരു ചിന്ത വരണം. നിങ്ങൾ വെറുതെ സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കുക. പ്രവാചകൻ്റെ സുന്നത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ 99% പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഫോളോ ചെയ്യുന്നത് ആരാധനകളിൽ മാത്രമാണ്. അത് ഖൈറാണ്, അൽഹംദുലില്ലാഹ്, അത് ചെയ്യേണ്ടതാണ്. അത് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, അതല്ല എൻ്റെ വിഷയം. പക്ഷേ ജീവിതത്തിൻ്റെ 10% സമയം മാത്രമേ ആരാധനകളുള്ളൂ. നമസ്കാരം, മൊത്തത്തിൽ നമസ്കാരത്തിൻ്റെ സമയങ്ങൾ എണ്ണി നോക്കുക, വളരെ കുറച്ചാണ്. നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ജീവിതമാണ് ഡ്യൂറേഷനിൽ കൂടുതൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റോൾ മോഡലാണെന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ ആകെക്കൂടെ നമ്മൾ സുന്നത്ത് ഫോളോ ചെയ്യുന്നത് ആരാധനകളിൽ മാത്രവുമാകുമ്പോൾ ഒരു പ്രശ്നം അവിടെ തന്നെ നമുക്ക് വരച്ച് കാണിക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ജീവിതത്തിനെ കുറിച്ചുള്ള അറിവും നമുക്ക് ആരാധനകളിൽ മാത്രമേ ഉള്ളൂ. എവിടെ കൈ കെട്ടണം, കൈ നീട്ടണോ, കൈ ഇതാക്കണോ, കാരക്ക തിന്നിട്ടാണോ നോമ്പ് തുറക്കണം. നിങ്ങൾ ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ 1-2 ഉദാഹരണം പറയാം. നോമ്പ് തുറക്കുമ്പോൾ കാരക്ക തന്നെ തിന്നണമെന്ന നിർബന്ധം. ഇപ്പോൾ കേരളത്തിൽ കാരക്ക ഇല്ലെങ്കിൽ കാരക്ക ഉള്ളെടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് മേടിക്കും. അത്രയും ആ സുന്നത്തിനോട് നമുക്ക് ഇഷ്ടമാണ്. അൽഹംദുലില്ലാഹ് ഖൈറാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ കാരക്ക സമ്പാദിക്കേണ്ട രീതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു തരത്തിലുള്ള പലിശയും കലരരുത്. ആ കാരക്ക ഞാൻ തിന്നുന്നതിന് മുമ്പേ എൻ്റെ അയൽവാസിക്ക് കാരക്ക ഉണ്ടോ എന്ന് നോക്കേണ്ട ഒരു സുന്നത്തുണ്ട്. ഈ സുന്നത്തുകളൊന്നും നമുക്ക് എന്ത് ചെയ്യൂല, പ്രസക്തമായിട്ട് വരുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നം. എന്ന് മാത്രമല്ല, കാരക്ക കഴുകിയിട്ടും കൈ കഴുകിയിട്ടും ബിസ്മി ചൊല്ലിയിട്ടും ചൊല്ലണം എന്നൊക്കെ എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. അപ്പം നമുക്ക് എന്തുകൊണ്ട് പ്രവാചകൻ നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പ്രശ്നം, നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും പ്രശ്നം, നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റോൾ മോഡലാക്കുന്നതും പ്രവാചകനെ കുറിച്ചുള്ള അറിവും ആരാധനാ കാര്യത്തിൽ മാത്രം ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ്. നമ്മൾ സത്യസന്ധമായി ആലോചിച്ച് നോക്കുക. ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളായിരിക്കും ഇന്നത്തെ ക്ലാസ്. നമ്മൾ വെറുതെ സത്യസന്ധമായി ആലോചിക്കുക. കഴിഞ്ഞൊരാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞൊരു മാസം എടുത്താൽ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ വരുമല്ലോ. ജീവിതത്തിൻ്റെ ഏത് നിമിഷത്തിലാണ് നമ്മൾ പ്രവാചകൻ്റെ സുന്നത്ത് ഫോളോ ചെയ്തത്? ആരാധനകളല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഏത് നിമിഷത്തിലാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടും, ഇതാണല്ലോ പ്രവാചകൻ്റെ സുന്നത്ത്,
എപ്പോഴാണ്? നമ്മൾ ഭാര്യയായിട്ട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവായിട്ട് പെരുമാറുമ്പോൾ ഒരു സംഘർഷത്തിൻ്റെ ഇത് വരുമ്പോൾ അല്ല പ്രവാചകൻ്റെ സുന്നത്ത് ഇതാണല്ലോ. എപ്പോഴാണ് കഴിഞ്ഞ ഒരാഴ്ച ഒരു മാസം നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഫോളോ ചെയ്തത്? വെറുതെ ആലോചിച്ച് നോക്കുക. എവിടെയും ഒരു മാസമായിട്ടും എവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിന്ത പോലും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ എന്തോ അതിൽ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. ഞാൻ വേറൊരു കാര്യം ഇങ്ങനെ കുറേ ആലോചിക്കാൻ പറയാം. ഇതെനിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഹദീസുകളിൽ എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഹദീസിൽ, ഖുർആൻ പഠിക്കാൻ കൂടുതൽ പ്രേരിപ്പിച്ച ഖുർആൻ എന്താണ് എന്ന് മനസ്സിലായ ഹദീസ് ഇതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയോട് ചോദിച്ചു. വളരെ പ്രസക്തമാണ് ആരോടാ ചോദിക്കുന്നത് എന്നുള്ളത്. കൊളീഗിനോട് ചോദിക്കുന്ന മാതിരിയല്ല ഭാര്യനോട് ചോദിക്കുന്നത്. ഭാര്യയ്ക്ക് ഉള്ളും പുറത്തൊക്കെ നമുക്ക് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വൻ സംഭവമായിട്ടൊക്കെ നടക്കാം. ഭാര്യയ്ക്ക് അറിയാം ഇയാൾ എന്താണ് എന്ന് ഭാര്യയ്ക്ക് അറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് പ്രവാചകൻ്റെ ഭാര്യയോട് ചോദിച്ചു, എന്താണ് പ്രവാചകൻ്റെ സ്വഭാവം? പ്രവാചകൻ്റെ ഭാര്യ അറ്റസ്റ്റ് ചെയ്തു, ഖുർആനാണ് പ്രവാചകൻ്റെ സ്വഭാവം. ഇത് ഞാൻ പറയുന്നത് ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റ്നെസ്സിൻ്റെ അപ്പുറമാണ്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഖുർആൻ ജീവിതത്തിൽ, ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? വലം യകുല്ലഹു കുഫുവൻ അഹദ് മുതൽ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ മുതൽ ഓരോ എത്ര ആയത്തുകളുണ്ട്. ആ ആയത്തൊക്കെ തൻ്റെ സ്വഭാവത്തിൽ പകർത്തി എന്ന ഗ്രേറ്റ്നെസ് ഒന്ന്. രണ്ട്, ആ ഗ്രേറ്റ്നെസ് സ്വന്തം കുടുംബ ജീവിതം മുതൽ എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്ത് മനുഷ്യർക്ക് റിഫ്ലക്റ്റ് ആയി എന്നുള്ള രണ്ടാമത്തെ ഗ്രേറ്റ്നെസ്. അപ്പം എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം, നമ്മളെ ജീവിതം ഒരാഴ്ച ഒരാൾ പഠിക്കാൻ ശ്രമിച്ചെന്ന് വിചാരിക്കുക. എന്നിട്ട് അയാളോട് ചോദിക്കുകയാണ് ഒരാൾ, ഇയാളെ ജീവിത സ്വഭാവത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയാം? ഖുർആൻ്റെ ഏതായത്തായിരിക്കും നമ്മൾ റെഫർ ചെയ്യുക? പ്രവാചകൻ്റെ ഇയാൾ ഉമറുല്ലാവിൻ്റെ ഇന്ന ക്യാരക്ടർ ഉണ്ട്, അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മളെ സ്വഭാവത്തെക്കുറിച്ച് പറയാമെന്ന് ആലോചിച്ച് നോക്കുക. പ്രവാചകനെ ഓർക്കുന്ന ഈ നിമിഷത്തിൽ നമുക്ക് സ്വർഗത്തിൽ പോകണോ? ഒരൊറ്റ വഴിയേ ഉള്ളൂ, പ്രവാചകൻ്റെ മാതൃക പിന്തുടരുക. ആ മാതൃക പിന്തുടരുന്നിടത്ത് നമുക്ക് വന്നിട്ടുള്ള പിഴവുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ചാലേ അത് കറക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതാണ് ഒന്നാമത്തെ ഭാഗം. ഇനി രണ്ടാമത്തത്, ഖുർആൻ പ്രവാചകനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിന് 3 കൺസെപ്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഇത്താഴത്താണ്. ഇത്താഴത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരണയാണ്. പ്രവാചകൻ പറഞ്ഞാൽ അത് അനുസരിക്കണം. അതിൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പ്രവാചകൻ പറഞ്ഞാൽ അനുസരിക്കണം. രണ്ടാമത്തെ കൺസെപ്റ്റ് ഇത്തിബാ ആണ്. ഇത്തിബാ എന്ന് പറഞ്ഞാൽ അനുധാവനം ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രവാചകനെ ഫോളോ ചെയ്യുക. പ്രവാചകൻ എന്തൊക്കെയാണോ ജീവിതത്തിൽ ചെയ്ത് അതൊക്കെ ഫോളോ ചെയ്യുക, അതൊക്കെ മാതൃകയാക്കുക. പ്രവാചകനെ അനങ്ങിയാൽ അതുപോലെ അനങ്ങുക. പ്രവാചകനെ ഇത്തിബാ ചെയ്യുക. ഇത് രണ്ടും നമുക്ക് അറിയുന്നതാണ്, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ തീരെ ഗൗരവത്തിലെടുക്കാത്ത, എന്നാൽ ഖുർആൻ വിശ്വാസത്തിൻ്റെ ബേസായിട്ട് പഠിപ്പിക്കുന്ന മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട്. അതെന്താണ്? ആർക്കും പറയാൻ കഴിയും? 50 മാർക്കിൻ്റെ ചോദ്യമാണ്. ആർക്കും പറയാൻ കഴിയും? അത് ഹുബ്ബാണ്. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം. നമ്മൾ തീരെ പരിഗണിക്കാത്ത, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതത്തിലൊക്കെ ഭയങ്കര സ്നേഹമുണ്ട്. ഇസ്ലാമിൻ്റെ ബേസാണ്. ഞാൻ രണ്ട് ഒരായത്തും പറയാം, ഒരു ഹദീസും പറയാം, അപ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഖുർആനിൽ ഒരായത്തിൽ അള്ളാഹു പറയാണ്, കുൽ ഇൻകാന ആബാ ഉക്കും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ ബന്ധങ്ങൾ, ഇതൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് ഇവരോടാണ് ഇഷ്ടം. ആരേക്കാൾ? മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലി. ഈ 3 കാര്യങ്ങളെക്കാൾ നിങ്ങൾക്ക് ഇഷ്ടം ഈ ജീവിതത്തിലെ നിങ്ങളെ മക്കൾ, ഉപ്പ, കച്ചവടം, സമ്പത്താണെങ്കിൽ ഫതറബ്ബസൂ, നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളുക? കാത്തിരുന്നുകൊള്ളുക. ഹത്താ യഅതി അല്ലാഹു ബി അംരിഹി, അള്ളാഹിൻ്റെ കൽപ്പന വരുന്നത് വരെ. എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ ഓപ്ഷനല്ല, നമ്മൾ സ്നേഹത്തിന് എടുക്കുക ഓപ്ഷനായിട്ടാണ്. സ്നേഹത്തിന് ഓപ്ഷനായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈമാനൊക്കെ ഉണ്ട്, പ്രവാചകനോട് റെസ്പെക്റ്റ് ഉണ്ട്, സ്നേഹം കൂടി ഉണ്ടെങ്കിൽ ഒരധിക ക്വാളിറ്റി. അങ്ങനെയല്ല, പ്രവാചകനും അള്ളാഹുവും എല്ലാത്തിനേക്കാൾ സ്നേഹം അധികമാകുന്നത് വരെ നമ്മളെ വിശ്വാസം എന്ത് ചെയ്യൂല? പൂർത്തിയാവില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പ്രവാചകൻ പറയുന്നത്, ആ ഹദീസ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, നിങ്ങളിൽ ആരും സത്യവിശ്വാസി ആകുകയില്ല. അങ്ങനെയാണ് തുടക്കം. നിങ്ങളിൽ ആരും സത്യവിശ്വാസി ആകൂല. അവൻ്റെ പിതാവിനേക്കാളും സന്താനത്തെക്കാളും മറ്റെല്ലാ ജനങ്ങളെക്കാളും അധികമായി ഞാൻ അവന് പ്രിയപ്പെട്ടവൻ ആകുന്നത് വരെ. അപ്പോൾ സ്നേഹം വളരെ ബേസാണ്.
എന്താണ് സ്നേഹം? അപ്പോൾ അത് ഇപ്പോൾ ഞാൻ സ്നേഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ റെസ്പെക്റ്റ് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സ്നേഹത്തിന്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹവും റെസ്പെക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമുക്ക് ബഹുമാനം ആരോടാണ് ഉണ്ടാകുക? ഇപ്പോൾ അധ്യാപകരോടൊക്കെ തോന്നുന്നത് ബഹുമാനമാണ്. സ്നേഹമുള്ള അധ്യാപകരുണ്ടാവും വിഷയമാണ്. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. സ്നേഹം തോന്നുന്ന രണ്ടാളെ പറയും. ഒന്ന് ഉമ്മാനോട് സ്നേഹമാണ്. ഉമ്മാനോട് സ്നേഹം എന്ന് പറഞ്ഞാൽ വിഷമം വന്നാൽ ഉമ്മാൻ്റെ മടിയിൽ കിടന്നിട്ട് പൊട്ടിക്കരയുക, അതാണ് സ്നേഹം. മക്കളോട് നമുക്ക് തോന്നുന്നത് സ്നേഹമാണ്. എൻ്റെ മോന് റോട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു ചീറിപ്പാഞ്ഞ വണ്ടി വരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ലോജിക്കും അവിടെ വർക്ക് ചെയ്യില്ല, ഞാൻ എടുത്ത് ചാടും. ഇതാണ് സ്നേഹം. ഇത് റെസ്പെക്റ്റ് അല്ല. റെസ്പെക്റ്റ് വേറെ സാധനമാണ്. അള്ളാഹു പറയുന്നത് പടച്ചവനോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും നമുക്ക് ഉണ്ടാവേണ്ടത് ഏറ്റവും കൂടുതൽ സ്നേഹമാണ് എന്നുള്ളതാണ്. അപ്പം നമ്മളോട് ചോദിക്കേണ്ട 2 ചോദ്യങ്ങൾ പ്രവാചകനോടുള്ള സമയം. ഒന്നാമത്, അള്ളാഹു എന്തിനാണ് ദീനിൻ്റെ കാര്യത്തിൽ സ്നേഹം ഇത്രയും നിർബന്ധപൂർവ്വം പറയുന്നത്? എന്തുകൊണ്ടാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നമുക്ക് ഏറ്റവും സ്നേഹം പ്രവാചകനോടാണോ? ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിൽ ഏറ്റവും നല്ലത് എന്താ അറിയോ? ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ഇല്ല എന്ന് സമ്മതിക്കലാണ്. ഇല്ല എന്ന് സമ്മതിച്ചാലേ ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മൾ നടത്താൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് അള്ളാഹു ഇത്രയും നിർബന്ധപൂർവ്വം സ്നേഹം വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേഹമുള്ളിടത്തേ നമുക്ക് നമ്മളെ കൊടുക്കാൻ കഴിയുള്ളൂ. നമ്മളതിന് തലകുത്തി മറിഞ്ഞാലും മൊത്തത്തിൽ ഒരു സാധനത്തിന് നമുക്ക് സമർപ്പിക്കാൻ കഴിയണമെങ്കിൽ സ്നേഹം ഉണ്ടാവണം. സ്നേഹമുള്ളതേ നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ. നമുക്ക് ഖുശൂ ഉണ്ടാവില്ല. നമുക്ക് നമസ്കാരത്തിൽ അല്ലാ എന്ന ഒരൊറ്റ ചിന്തയിൽ നിൽക്കണമെങ്കിൽ ബാക്കി സൂപ്പർ മാർക്കറ്റ് ഓഫറുകൾ, ജോലി, ഇതിനോടുള്ള ഒക്കെ ഒരു ഹുബിനേക്കാൾ അള്ളാഹുവിൻ്റെ ഹുബ് എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ നടക്കണം. അള്ളാഹു പറയുന്നത് നിങ്ങളുടെ ജീവൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കണം. എങ്ങനെ സമർപ്പിക്കാൻ കഴിയുക? നമുക്ക് കുടുംബത്തിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയും. നമുക്ക് എന്തും നമ്മൾ തിന്നാതെ മക്കൾക്ക് കൊടുക്കാൻ കഴിയും. എന്തുകൊണ്ടാണ്? സ്നേഹമുള്ളതുകൊണ്ടാണ്. നമുക്ക് സ്വർഗം കിട്ടുന്ന രീതിയിൽ ഇസ്ലാമിന് നമ്മളെ കൊടുക്കാൻ കഴിയണമെങ്കിൽ സ്നേഹമുണ്ടായാലും, ഇതാണ് സ്നേഹം ഉണ്ടാകുന്നതിൻ്റെ കാരണം. അപ്പം നമുക്ക് ഏറ്റവും സ്നേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ എന്നാണ് ചോദ്യം. സ്നേഹം 2 വിധത്തിൽ. ഇപ്പോൾ ആകെ കൂടെ ഇപ്പോൾ സ്നേഹമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇല്ലല്ലോ, എന്താ പ്രശ്നം? സ്നേഹം 2 വിധത്തിലാണ് നമുക്ക് ഉണ്ടാകുക. 2 തരം സ്നേഹങ്ങളുണ്ട്. ഒന്ന് ഇൻബോണായിട്ട് ജൈവികമായിട്ടുണ്ടാകുന്ന സ്നേഹമാണ്. അത് ആരോടുണ്ടാകുന്നതാണ്? ഉമ്മാനോട്. നമ്മളെന്തെങ്കിലും കോഴ്സൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സിലും പോകേണ്ട ആവശ്യമില്ല. ഉമ്മാനെ നമുക്ക് ഇഷ്ടമാണ്, മക്കളെ നമുക്ക് ഇഷ്ടമാണ്. ഇത് ഇൻബോൺ ആയിട്ടുണ്ടാകുന്നത്. പ്രവാചകനോട് അങ്ങനെയല്ല ഉണ്ടാകുന്നത്. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഭയങ്കര പ്രതീക്ഷയിൽ നിൽക്കേണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെയല്ല. അള്ളാഹിനോട് ഒരിറ്റ് അങ്ങനെ വരും. കാരണം നമ്മളെ സൃഷ്ടിപ്പിൽ ദൈവബോധം ഉണ്ടാവും. പ്രവാചകനോട് ഉണ്ടാകുന്നത് അറിവിലൂടെ കിട്ടുന്ന സ്നേഹമാണ്. ചില സ്നേഹങ്ങൾ അറിവിലൂടെയാണ് കിട്ടുക. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളെപ്പോഴൊക്കെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും എവിടുന്നോ നമുക്കൊരു 500 റിയാൽ നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നുണ്ടെന്ന് വിചാരിക്കാം. നമുക്കറിയില്ല ആരയക്കുന്നത്. കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ അറിയാണ് ഇന്ന ആളാണ് നമുക്ക് ആ പൈസ അയക്കുന്നത്. അപ്പം നമുക്ക് അയാളോട് എന്ത് വരും? ഒരു അധിക സ്നേഹം വരും. അത് അറിവിലൂടെ ഉണ്ടാകുന്ന സ്നേഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ഇഷ്ടമാകണോ? പ്രവാചകനെ അറിയാതെ ആ ഇഷ്ടം തുടങ്ങുക തന്നെ ഇല്ല. അത് നാമ്പിട്ട് തുടങ്ങണമെങ്കിൽ പ്രവാചകനെ അറിയണം. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ചരിത്രത്തിലെ സുന്ദരമായിട്ടുള്ളൊരു രംഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു തമ്മിൽ ഉള്ളൊരു എല്ലാ പാഠങ്ങളും ഇതിലുണ്ട് ഈ സ്നേഹവുമായി ബന്ധപ്പെട്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിൻ്റെ കൈ പിടിച്ച് നടക്കുകയാണ്. അതിൽ തന്നെ വലിയൊരു പാഠമുണ്ട്. 45 വയസ്സുള്ള 2 ആൾക്കാർ കൈ പിടിച്ചിട്ട് നടക്കുന്നു എന്നുള്ളതൊരു പാഠമാണ്. ഉമർ റളിയല്ലാഹു ഒരു സ്ഥലത്തെത്തിയപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരെ താങ്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതന്നെ വലിയ പാഠമാണ്. നമ്മളെപ്പോഴാണ് ലാസ്റ്റ് ഒരാളോട് ഏറ്റവും ഇഷ്ടമാണെന്ന് പറഞ്ഞത്? നമ്മൾ പിന്നെ എന്താണ്, ഭാര്യനോടും ഭർത്താവിനോടും പറഞ്ഞോ തന്നെ വേറെ ചർച്ചയാണ്. നമുക്കിഷ്ടമുള്ള ഒരാളെ നമുക്കിഷ്ടമാണ് നമ്മളെപ്പോഴാണ് പറഞ്ഞത്? നമ്മൾ ഹീറോ ആയി കൊണ്ടു നടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരെ താങ്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രവാചകൻ മനസ്സറിയുന്ന പ്രവാചകൻ ഉമറിനോട് ചോദിച്ചു, ഉമറെ നിനക്ക് നിൻ്റെ മക്കളേക്കാൾ എന്നെ ഇഷ്ടമാണോ? അതേ പ്രവാചകരെ. നിൻ്റെ എല്ലാ ബന്ധങ്ങളെക്കാൾ ഇഷ്ടമാണോ? അതേ പ്രവാചകരെ. നിൻ്റെ സമ്പത്തിനേക്കാൾ ഇഷ്ടമാണോ? അതേ പ്രവാചകരെ. അവസാനം ഒരു ചോദ്യം ചോദിക്കും, ഉമറെ നിനക്ക് നിന്നേക്കാൾ എന്നെ ഇഷ്ടമാണോ? നമ്മളോടാ ചോദിച്ചത് നമ്മളെന്താ പറയാ? ഞാൻ ഉറപ്പ് പറയാം, പ്രവാചകൻ ഇപ്പോൾ ഈ റൂമിൽ ഇങ്ങനെ മെല്ലെ കടന്നു വന്നിട്ട് ഷാനവാസ് നിനക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ കാപഢ്യവും സത്യസന്ധത ഇല്ലായ്മയും കൊണ്ട് നമ്മൾ പറയുന്നത് പ്രവാചകരെ താങ്കളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ജീവിതത്തിലൊന്നും പകർത്തൂല, പക്ഷെ പ്രവാചകൻ്റെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ പറയുന്നത്. പ്രവാചകൻ ചോദിക്കുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ കടന്ന വ്യക്തിത്വമാണ്. അത് സത്യസന്ധത അങ്ങേയറ്റം ഉള്ളത് കൊണ്ടാണ്.
ഉമർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അല്ല പ്രവാചകരെ, എനിക്ക് എന്നെയാണ് താങ്കളേക്കാൾ ഇഷ്ടം എന്നുള്ളത്. ഇതാണ് സത്യസന്ധത. ഇല്ലയെന്ന് സമ്മതിക്കാം. പ്രവാചകൻ പറഞ്ഞു, ഉമറേ, നിനക്ക് നിന്നേക്കാൾ എന്നെ ഇഷ്ടമാകുന്നത് വരെ നീ ഒരിക്കലും ഉണ്ടാവില്ല, നിൻ്റെ വിശ്വാസം പൂർണ്ണമാവില്ല. ഉമർ അള്ളാഹുവിനെ വിട്ടിട്ടില്ല. ഉമർ അള്ളാഹുവിന് തിരിച്ചു പോയി. കുറേ നേരത്തിന് ശേഷം പ്രവാചകൻ പള്ളിയിൽ ഇരിക്കുമ്പോൾ പുറത്ത് വന്നിട്ട് വിളിച്ചു പറയും, പ്രവാചകരെ, ഇപ്പം എനിക്ക് താങ്കളെ ഏറ്റവും ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ ഉമറിനോട് ചോദിക്കുന്നുണ്ട് സഹാബത്ത്, എന്താണ് ഈ മാറ്റത്തിന് കാരണം? ഉമർ അള്ളാഹു പറയും, ഞാൻ എന്നോട് ചോദിച്ചു നോക്കി, ആരെയാണ് എനിക്ക് ജീവിതത്തിൽ ആവശ്യം? എന്നെയാണോ പ്രവാചകനെയാണോ? ആരാണ് എനിക്ക് ശുപാർശ ചെയ്യുക മാഷറയിൽ? എന്നെക്കൊണ്ട് എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് കാര്യം? ആരെ ജീവിതം ഫോളോ ചെയ്താലാണ് എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയുക? അറിവാണ്. ആ അറിവിൻ്റെ അവസാനത്തിലെത്തുന്നതാണ് എന്ത്? പ്രവാചകനോടുള്ള ഹുബ്ബ്. അപ്പോൾ എനിക്ക് എന്നോടും നിങ്ങളോടും ഈ റബീഉൽ അവ്വലിൽ പറയാനുള്ള മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാചകനെ അറിഞ്ഞ് നമ്മൾ തുടങ്ങണം. പ്രവാചകൻ്റെ അറിവ് നമുക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ ഒരു തെളിവ് പറഞ്ഞുതരാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 8 വയസ്സായ കുട്ടിയെ കല്യാണം കഴിച്ചു എന്ന് ഏതെങ്കിലും യുക്തിവാദി പറഞ്ഞാൽ അപ്പം പൊളിയുന്നതാണ് നമ്മുടെ പ്രവാചകനെ കുറിച്ചുള്ള എല്ലാ മൊഹബത്തും പിന്നെ ഈമാനുമെങ്കിൽ അവൾ അറിവിൻ്റെ പ്രശ്നമാണ്. പ്രവാചകൻ്റെ 23 വർഷത്തെ ഗ്രാൻഡ് ജീവിതം നമുക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത ആ വ്യക്തി ജീവിതത്തിൻ്റെ ഒരേട് അത് പ്രവാചകൻ്റെ വ്യക്തിത്വത്തിന് എന്ന് വെച്ചാൽ ആ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് എന്ന് ഉറപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പറയാൻ കഴിയണമെങ്കിൽ ആ ജീവിതം നമ്മൾ അറിയണം. അപ്പോൾ പ്രവാചകനെ കുറിച്ചുള്ള അറിവ് നമുക്കില്ലെങ്കിൽ, ഞാൻ പറയാം, ഈ റബീഉൽ അവ്വലിന് നമുക്ക് എടുക്കാവുന്ന ഒരു പ്രൊജക്റ്റ്, പ്രവാചകനെ കുറിച്ച് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ഏതെങ്കിലും നമ്മൾ 40, 30, 40 വയസ്സായ മുസ്ലിങ്ങളാണ്. ഇതുവരെ 23 വർഷമായിട്ടുള്ള പ്രവാചകൻ്റെ ചരിത്രത്തിലെ സംഭവങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് മുസ്ലിങ്ങളാണ്? നമുക്ക് ഖുർആൻ ഒരടി മനസ്സിലാവില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് സൂറ ളുഹ മനസ്സിലാവുക പ്രവാചകനെ മനസ്സിലാകാതെ? എങ്ങനെയാണ് നമുക്ക് സൂറ കൗസർ മനസ്സിലാവുക പ്രവാചകനെ മനസ്സിലാകാതെ? അപ്പോൾ പ്രവാചകൻ്റെ ജീവിതം അറിയാനുള്ള ഒരു 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 ഡിസിഷൻ നമ്മൾ എടുക്കണം. ഞാൻ വേറെ കാര്യം പറയാം. നമ്മളൊരു കംപ്ലൈൻ്റ് ആണ്, മക്കൾ ലിബറൽസത്തിൽ പലതരം ഹീറോസ് ആക്കുന്നു. നമ്മളെപ്പോഴാണ് പ്രവാചകനെക്കുറിച്ച് 2 വാക്ക് എന്തെങ്കിലും പ്രവാചകൻ്റെ ജീവിതത്തിലെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള 2 സംഭവങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് പറയാൻ മാത്രം നമ്മുടെ ഉള്ളിൽ ഇൻസ്പയർഡ് ആയിട്ട് ഏത് അറിവാണ്? പ്രവാചകൻ്റെ ജീവിതത്തിലെ മക്കി കാലഘട്ടം, മദനി കാലഘട്ടത്തിലെ ഏത് പോയിൻ്റാണ് നമ്മളെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക എന്നുള്ളതാണിത്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സ്നേഹം എന്ന് പറയുന്നത് അറിവിലൂടെയാണ്. സഹാബത്ത് പ്രവാചകനെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നു. നമ്മളിത് കേട്ടതാണ് കുറേ. പക്ഷെ നമ്മൾ അത് കേൾക്കുമ്പം അവരൊക്കെ അമാനുഷികരായിട്ട് എന്തോ ഫാൻറ്റസി കഥ കേൾക്കുന്ന മാതിരിയാണ് കേൾക്കുന്നത്. അവരാ സ്നേഹിക്കുന്നതിൻ്റെ കാരണം അവർക്കറിയാം ഈ മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ മാത്രമേ എനിക്ക് സ്വർഗം കണ്ടെത്താൻ പറ്റൂ എന്ന അറിവിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അവർ അത്രയും പ്രവാചകനെ സ്നേഹിക്കുന്നത്. ഉക്കാഷ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവമുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ശരിക്കും കണ്ണ് നനഞ്ഞിട്ട് കരയാതെ ഈ സംഭവം ഒന്നും കേട്ടു പോകാൻ കഴിയില്ല. ഉക്കാഷ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന് പിന്നെ കുറച്ച് മുന്നേ അസർ നമസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ വന്നിട്ട് നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നിന്ന് ആ മൊത്തം സദസ്സിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതോടുകൂടി അത് പുറത്തു തരണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക ഗ്രേറ്റ്നെസ്. നമ്മളെങ്ങാൻ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ 23 വർഷമൊന്നും വേണ്ട, 1 മാസം ഒരു നല്ലപോലെ ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഇരുന്നിട്ട് ചോദിക്കില്ല. കാരണം നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയിരിക്കും സ്വർഗം കിട്ടും എന്നുള്ളത്. പ്രവാചകൻ ചോദിക്കുകയാണ്. അപ്പോൾ മൊത്തം സദസ്സ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ഒന്നും പറയൂല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉക്കാഷ റളിയല്ലാഹു അൻഹു എണീറ്റ് എന്നിട്ട് പ്രവാചകനോട് പറയും, പ്രവാചകരെ, ബദർ യുദ്ധ സമയത്ത് താങ്കൾ സഫ് ശരിയാക്കുമ്പം എൻ്റെ മേത്ത് വടി കൊണ്ട് കുത്തിയിരുന്നു, അതെനിക്ക് വേദനിച്ചിട്ടുണ്ട്, അതെനിക്ക് പകരം ചോദിക്കണം എന്ന് പറയും. അപ്പോൾ സദസ്സിൽ ആരൊക്കെ ഉള്ളതെന്നൊക്കെ ഒരു ഓർമ്മ വേണം കേട്ടോ. ഉമർ റളിയല്ലാഹുവിനൊക്കെയാണ് സദസ്സിലുള്ളത്. ഇവനെ ഇപ്പം തന്നെ എടുത്തിട്ട് ഇതാക്കിയാലോ എന്നുള്ള അത്രയും പ്രവാചകൻ തൻ്റെ എല്ലാ മാന്യതയിലും നിന്നുകൊണ്ട് ഉക്കാഷ റളിയല്ലാഹുവിനോട് പറയും, എന്ത് ഉക്കാഷ, താങ്കൾ എന്ത് ചെയ്തോളൂ, പകരം ചോദിച്ചോളൂ. ഉക്കാഷ റളിയല്ലാഹു അങ്ങനെയല്ല, അന്ന് ഞാൻ വസ്ത്രം ധരിച്ചിരുന്നില്ല, താങ്കളും എന്ത് ചെയ്യണം, താങ്കളുടെ വസ്ത്രം ഊരണം, എന്നിട്ട് താങ്കളുടെ നഗ്ന ശരീരത്തിൽ എനിക്ക് എന്ത് ചെയ്യണം, വടി കൊണ്ട് കുത്തണം എന്ന് പറയും. അപ്പോൾ ഇതോടുകൂടി എന്തായിരിക്കും സദസ്സിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. പ്രവാചകൻ എന്ത് ചെയ്യുന്നു, അപ്പോൾ തന്നെ വസ്ത്രം ഊരുന്നു. ഉക്കാഷ റളിയല്ലാഹു അൻഹു ഓടിപ്പോയി പ്രവാചകനെ കെട്ടിപ്പിടിച്ചിട്ട് ആ മേത്ത് ചുംബിച്ച് മുത്തി, അങ്ങനെ ഉണ്ടല്ലോ, അത്രയും സ്നേഹത്തിൽ ആലിംഗനം ചെയ്തുകൊണ്ട് ഉക്കാഷ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയും,
ഇങ്ങനെ ഒന്ന് താങ്കളെ ചുംബിക്കാൻ വേണ്ടി എത്രയോ കാലമായി പ്രവാചകരെ ഞാൻ കാത്തിരിക്കുന്നു, അതിനുവേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത്. ഇതാണ് അവരുടെ സ്നേഹം എന്ന് പറയുന്നത്. നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? നമുക്ക് തോന്നുന്നൊരിതുണ്ട്, ഒരു ഫാൻറ്റസി കഥ മാതിരി. അവർക്ക് അത്രയും അള്ളാഹു സ്വർഗം എന്നത് വലുപ്പമാകുന്നിടത്താണ് അവർക്ക് ഈ സ്റ്റാൻഡിൽ എത്താൻ കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളോടുള്ള ചോദ്യം, പ്രവാചകനോട് നമുക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ളതാണ്. പ്രവാചകനോടുള്ള ഇഷ്ടമുണ്ടോ എന്നുള്ളത് 1-2 ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. പ്രവാചകനെ കാണാനുള്ളൊരു കൊതി നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പ്രവാചകനൊന്ന് കാണണം എന്നുള്ളത്, എങ്ങനെയായിരിക്കും ആ മുഖം? പ്രവാചകൻ്റെ അടുത്തിരുന്നിട്ട് കുറച്ചു നേരം സംസാരിച്ചിട്ട് എന്തൊക്കെയാണ് ആ ഉഹദ് യുദ്ധത്തിനൊക്കെ എന്താ സംഭവിച്ചത് ഒന്ന് പറഞ്ഞുതരുമോ പ്രവാചകർ എന്നങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കാൻ എപ്പോഴെങ്കിലും കൊതി തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മുടെ നമസ്കാര പ്രാർത്ഥനകൾക്ക് ശേഷം പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് ഒരിറ്റ് വെള്ളം കുടിച്ചിട്ട് ആ സ്വർഗത്തിൽ കുറച്ച് നേരം ഇങ്ങനെ ആ ചൂടും കൊണ്ടിരിക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇതൊന്നും ഇല്ലാതെ ഏത് സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കാം. ഇതാണ് 3ാമത്തെ ഭാഗം. അവസാന ഭാഗം, പ്രവാചകനോടുള്ള സ്നേഹം വൈകാരികമാണ്, അതേസമയം പ്രവാചക സ്നേഹത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുബ്ബുർ റസൂൽ എന്ന് പറഞ്ഞാൽ ഇത്തിബാഉർ റസൂലാണ്. പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് പ്രവാചകൻ്റെ സുന്നത്ത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതുണ്ടായത്. വെറുതെ സ്നേഹം എന്ന് പറയുന്നത് പൊള്ളയായ സ്നേഹമാണ്. അഹാവഭാവങ്ങൾ കൊണ്ട് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്, പ്രവാചകനെ കുറിച്ച് കുറേ മദ്ഹ് പറയാ, ഇതൊന്നും മോശം കാര്യമല്ല. എപ്പം പ്രവാചകനെ മൊത്തം ജീവിതത്തിൽ പകർത്താനുള്ള ശ്രമത്തിന് ശേഷം അതിൻ്റെ അതിവൈകാരികത കൊണ്ട് പ്രവാചകൻ്റെ മദ്ഹ് പാടുന്നതിന് കുഴപ്പമില്ല. പ്രവാചക സ്നേഹമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. പക്ഷെ ഞാൻ ഒരാളോട് സംസാരിക്കുമ്പം ഒരു തരത്തിലുള്ള മാന്യതയും ഇല്ലെങ്കിൽ അതെന്തല്ല, പ്രവാചകനോടുള്ള ഹുബ്ബല്ല. പ്രവാചകനോടുള്ള ഹുബ്ബ് എന്ന് പറയുന്നത് ഇത്തിബാഉർ റസൂലാണ്. ഖുർആനിലെ സൂറ ആൽ ഇംറാനിലെ 31-ാമത്തെ ആയത്തിൽ കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്ത് ചെയ്യുക? എന്നെ പിന്തുടരുക. അപ്പം അള്ളാഹിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്, നിങ്ങൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫത്തബിഊനി, പ്രവാചകനെ സ്നേഹിക്കണം, പ്രവാചകനെ പിന്തുടരണം. അപ്പം എന്താ സംഭവിക്കുക? യുഹ്ബിബുക്കുമുല്ലാഹ്, അപ്പോൾ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. ആ ഫോർമുലനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്ക് അള്ളാഹിനോട് സ്നേഹമാണ്, അപ്പോൾ അള്ളാഹ് തിരിച്ച് സ്നേഹിക്കുന്നതിൻ്റെ ഇടയിലുള്ളൊരു പോയിന്റ് ഉണ്ട്, ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതെന്താണ്? ഫത്തബിഊനി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ്റെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇത്തിബാ ചെയ്യുക? നിങ്ങൾ സഹാബത്തിന്, ഞാൻ പറഞ്ഞു സഹാബത്തിന് പ്രവാചകനെ ജീവനോളം സ്നേഹമാണ്. അത് പൊള്ളയായ സ്നേഹമല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ കാണാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരു വലിയ ഉയർന്ന പണക്കാര സദസ്സിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പ്ലേറ്റിൽ നിന്ന് ഒരു 2-3 വറ്റ് എന്ത് ചെയ്യും? താഴത്തേക്ക് വീഴും. അപ്പോൾ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഫോളോ ചെയ്തിട്ട് ആ വറ്റ് തിരിച്ചിട്ട് വെക്കുമ്പോൾ അടുത്തുള്ള ആൾ പറയും, ഇത് വലിയ സദസ്സല്ലേ, താങ്കൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ അത്രയും ഭയങ്കര പണക്കാര സദസ്സല്ലേ. അപ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നത്, പ്രവാചകൻ്റെ സുന്നത്ത് അനുസരിക്കാൻ കഴിയാത്ത സദസ്സാണിതെങ്കിൽ ഈ സദസ്സിൽ ഞാൻ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം അവർ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ പ്രവാചകൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ്. എങ്ങനെയാണ് നമ്മൾ പ്രവാചകനെ ജീവിതത്തിൽ പകർത്തുക? ഇതിനും ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതൊക്കെ സത്യസന്ധമായിട്ട് ആലോചിക്കണമല്ലോ. പ്രവാചകൻ്റെ ഏത് ജീവിത സംഭവം പറയുമ്പോഴും നമ്മൾ ആദ്യം തന്നെ പ്രവാചകൻ ഒരു അമാനുഷികനായിട്ട് എന്ത് ചെയ്യും? കരുതും. പിന്നെ സദസ്സിലിരുന്ന് കേൾക്കാൻ വളരെ സുഖമാണ്. കാരണം വളരെ അമാനുഷികനായൊരു മനുഷ്യൻ ചെയ്തതാണ്. അപ്പം സംഭവമൊക്കെ ഭയങ്കര സംഭവം തന്നെ. പക്ഷേ നമ്മളെ ലൈഫായിട്ട് അതിനെന്തില്ല, അമാനുഷികനാക്കുന്നതോടുകൂടി നമ്മൾ പ്രവാചകനോട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളെ ജീവിതമായിട്ട് ഉസ്വത്തുൻ ഹസന കണക്ട് ചെയ്യാൻ കഴിയില്ല. 2 സ്നേഹം ഉണ്ടാവില്ല. ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കാം, വളരെ സ്മാർട്ടും ഇൻ്റലിജൻറ്റുമായിട്ടുള്ളൊരു കുട്ടി IAS പാസ്സായാലും നമ്മൾ എന്താ പറയുക? ഓക്കെ, അവനത് ഹി ഡിസേർവ് ഇറ്റ്. ഒരു സാധാരണക്കാരനായ ഒരു കുട്ടി IAS പാസ്സായാൽ നമ്മളെങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുക? ഇത് ഭയങ്കര സംഭവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔട്ട്സ്പോക്കൺ അല്ലാത്ത, ഭയങ്കര ഓർഗനൈസിങ് അല്ലാത്ത, വളരെ സാധാരണക്കാരനായി 40 വയസ്സ് വരെ സത്യസന്ധനായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനിൽ നിന്നും പ്രവാചകനാകാൻ അദ്ദേഹം എടുത്തൊരു എഫേർട്ട് ഉണ്ട്, ത്യാഗം.
ആ ത്യാഗം നമ്മൾ അറിഞ്ഞാലും അക്സെപ്റ്റ് ചെയ്താലും മാത്രമേ ആ ജീവിതവും നമ്മളെ ജീവിതമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അമാനുഷികനായി കേട്ട് കഴിഞ്ഞാൽ ഉസ്വത്തുൻ ഹസന എന്നുള്ളത് നടക്കില്ല. ലെസ്ലി ഹെസിൽട്ടൺ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ചരിത്രം എഴുതി, ഞാൻ വായിച്ചതിൽ ഏറ്റവും സുന്ദരമായ ചരിത്രങ്ങളിലൊന്നാണ്. പക്ഷേ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാനും കഴിയില്ല, കാരണം വെച്ചാൽ വളരെ കുറേ വിമർശനങ്ങളും അതിലുണ്ട്. പക്ഷേ സുന്ദരമായ എഴുത്താണ്. അവർ പറയുന്നത് മുസ്ലിങ്ങൾ പ്രവാചകനോട് ചെയ്ത ഏറ്റവും വലിയ പാതകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാചകന്റെ പേരിൽ ധാരാളം അമാനുഷികത എന്ത് ചെയ്തു, വെച്ച് കെട്ടി ആലോചിച്ചു. അതുകൊണ്ട് ആ മുഹമ്മദിനെ അവർ കാണാതെ പോയി. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധിയിലും ദൈവത്തിന് വേണ്ടിയിട്ട് എല്ലാം ത്യാഗം ചെയ്ത ആ ത്യാഗവും വിയർക്കലും കിതപ്പും എന്ത് ചെയ്തു, അവർ കാണാതെ പോയി എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിനെ നമ്മൾ കേൾക്കുമ്പം ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി കേൾക്കുക എന്നുള്ളത് വളരെ ഖുർആൻ അങ്ങനെയാണ് പ്രവാചകനെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഖുർആനിലൂടെ പ്രവാചകനെ പഠിക്കാൻ ശ്രമിച്ചു നോക്കുക, വെറുതെ ഖുർആനിലൂടെ പ്രവാചകനെ പഠിക്കാൻ ശ്രമിച്ചു നോക്കുക. പ്രവാചകൻ കിതച്ചത് ഖുർആൻ പറയുന്നുണ്ട്. യാ അയ്യുഹൽ മുസമ്മിൽ. യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യം തുടങ്ങുന്ന ആദ്യ കാലഘട്ടത്തിൽ ഈ ദൗത്യത്തിൻ്റെ വലുപ്പം കണ്ടിട്ട് ഒന്ന് ബാക്കോട്ട് അടിച്ചപ്പം അള്ളാഹ് ഇറക്കിയ 2 സൂറത്തുകളാണ് സൂറ മുസമ്മിലും സൂറ മുദ്ദസ്സിറും. അല്ലയോ മൂടി പുതച്ച് കിടക്കുന്നവനെ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകാവസാനം വരെയുള്ള വിശ്വാസികൾ പ്രവാചകൻ്റെ ആ മൊമെൻ്റ് വായിക്കും. അള്ളാഹ് നമ്മൾ വായിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ എഴുതിയ. എന്തുകൊണ്ടാണ്? അങ്ങനെ മൂടി പുതച്ച് കിടന്ന ആ പ്രവാചകനാണ് ലോകത്തിൻ്റെ തന്നെ പുതപ്പുകൾ മാറ്റുന്ന രീതിയിൽ വലുപ്പത്തിലേക്ക് വളർന്നത് എന്ന ആ ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് നമ്മൾ അറിയാമെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി ഞാൻ വേറൊരു ആയത്ത് പറയാം. സനുക്കരി ഉക്ക ഫലാ തൻസ. ഈ ആയത്ത് എന്തിൻ്റെ കോണ്ടെക്സ്റ്റാണ്? സനുക്കരി, പ്രവാചകനെ അറിയാതെ നമുക്ക് ഇതിൻ്റെ ഒന്നും വിഷമം മനസ്സിലാവില്ല. സനുക്കരി ഉക്ക ഫലാ തൻസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഓതിത്തരാം, നീ മറന്നു പോവില്ല. എന്തിനാണ് പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക വഹീനെ കുറിച്ച്. പ്രവാചകൻ്റെതായ കുറേ തോട്ട്സ് ഉണ്ട്, അതിൻ്റെ ഒന്നിച്ച് വഹി ഇറങ്ങുകയാണ്. ഈ വഹി വള്ളി പുള്ളി തെറ്റാതെ ഉത്തരവാദിത്വത്തോടു കൂടി ഒരു ജനതക്ക് പറഞ്ഞു കൊടുക്കണം. പ്രവാചകൻ്റെ സ്ട്രെസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് മറന്നു പോവോ, എൻ്റെ ചിന്ത ഓവർലാപ്പ് ആവോ, അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അള്ളാഹ് പറയുകയാണെന്ത്? സനുക്കരി ഉക ഫലാ തൻസ. അപ്പം അള്ളാഹു നമ്മളിത് വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വായിച്ചാണ്. ഞാൻ രണ്ട് പ്രവാചകൻ്റെ ജീവിതത്തിൽ പകർത്തുന്ന 2 കാര്യങ്ങൾ കൂടെ മാത്രം പറഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. കാരണം ഇത് തന്നെ വേറെ ക്ലാസ് എടുക്കാനുള്ളതാണ്. പ്രവാചകൻ്റെ ഏതൊക്കെ സുന്നത്ത് ഫോളോ ചെയ്യണം. ഇന്നത്തെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ നിറഞ്ഞു നിൽക്കുന്ന, എവിടെയും അടിച്ചമർത്തൽ അനുഭവിക്കുന്ന, ലിബറലിസം കൊണ്ട് സ്വന്തം ആദർശത്തിന് തട്ടമൂരണോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണോ എന്ന് ആലോചിക്കുന്ന ആ കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ 2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, പ്രവാചകൻ്റെ അറിവ് നേടാനെടുത്ത പ്രവാചകൻ്റെ ത്യാഗമാണ്. ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പ്രവാചകൻ എടുത്ത ത്യാഗങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ പറയാറുണ്ട് നമുക്ക് അറബി അറിയില്ല, ഇത് ബുദ്ധിമുട്ടാണ്. നിരക്ഷരനായ ആ ലോകത്ത് ആ പരിസരത്തേ ഇല്ലാത്ത പുതിയ അറിവുകൾ നേടാൻ ആ നിരക്ഷരനായ സാധാരണക്കാരനായ പ്രവാചകൻ എടുത്ത എഫേർട്ടിനെ കുറിച്ച് മാത്രം ആലോചിച്ച് നോക്കുക. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പ്രവാചകൻ പോകുന്നതിന് മുമ്പേ ഖുർആൻ പഠിക്കാൻ അയച്ചിരുന്നു. അങ്ങനെ പഠിപ്പിക്കാൻ മാത്രം അതിനെ കെൽപ്പുള്ളവനാക്കി അധ്യാപകനായി പ്രവാചകൻ മാറി. അറിവ് നേടാൻ പ്രവാചകൻ എടുത്ത ത്യാഗം നമ്മൾ ആലോചിച്ച് നോക്കാം. നമ്മൾ എത്ര എഫേർട്ടാണ് ഖുർആൻ അറിയാൻ ഇതുവരെ എടുത്തത്? എത്ര എഫേർട്ടാണ്? നമുക്ക് ഉറക്കം പ്രശ്നമാണ്, വണ്ടി കേടാവുന്നു, കുടുംബത്തിൽ ഗസ്റ്റ് വരുന്നു, സമയമില്ല, ജോലിയുണ്ട്. ഇതൊക്കെ നിങ്ങൾ പ്രവാചകനെ ആലോചിച്ചോ. പ്രവാചകനായ 23 വർഷം ഖുർആൻ മനസ്സിലാക്കാനെടുത്ത എഫേർട്ടിനെ വെച്ചുകൊണ്ട്, ആ സുന്നത്തിനെ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഇൻഫർമേഷൻ ഏജിൽ, ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഇൻഫർമേഷൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മക്കൾക്ക് ഇസ്ലാം എവിടെ നിന്ന് കണ്ടെത്തും എന്ന് പറഞ്ഞാൽ അവർ സ്ക്രോൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അംശം പോലും നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ പ്രവാചകൻ്റെ സുന്നത്ത് ഫോളോ ചെയ്യുന്നില്ല. നമ്മളോട് ചോദിക്കേണ്ടത് ഇസ്ലാമിനെ നമ്മൾ അറിയാൻ വേണ്ടി എടുത്ത ത്യാഗം എത്രയാണ്? ഇതാണ് ഒന്നാമത്തെ പോയിന്റ് എനിക്ക് പറയണം എന്ന് വിചാരിച്ചത്. രണ്ടാമത്തെ പോയിന്റ്, അറിഞ്ഞ ആദർശം ജീവിതത്തിൽ പകർത്താൻ പ്രവാചകൻ എടുത്ത ത്യാഗമാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സുന്നത്താണ് ഏറ്റവും വലുത്. പ്രവാചകൻ എങ്ങനെയാണ് നിങ്ങൾ മക്കയെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. അവിടെ മൈനോറിറ്റിയാണ്, ന്യൂനപക്ഷമാണ്. 2 ട്രൈബൽ മൊത്തം ആ ഗോത്ര അതിന് എതിരാണ് പ്രവാചകൻ പറയുന്നത്. എല്ലാം ഇന്ത്യയുടെ കാലഘട്ടമായിട്ട് കറക്റ്റാണ്, ലിബറൽ എല്ലാം വെച്ച് കഴിഞ്ഞാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ചെയ്തത്? ഒന്ന്,
എല്ലാം തനിക്കുള്ളതെല്ലാം ഈ ആദർശം ജീവിതത്തിൽ പകർത്താൻ വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ, ത്യാഗം ചെയ്യാൻ റെഡിയായിരുന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ആയത്ത്. ആ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ആയത്ത് വായിക്കുമ്പം നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളോട് പറഞ്ഞ ആ വാക്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ വലത് കൈയിൽ നിങ്ങൾ സൂര്യൻ വെച്ച് തന്നാലും ഇടത് കൈയിൽ ചന്ദ്രൻ വെച്ചാൽ ഈ ആദർശത്തിൽ നിന്ന് ഒരു അണുമണി ഞാൻ എന്ത് ചെയ്യൂല, പുറകോട്ട് കിടക്കൂല. ഇന്ത്യൻ സാഹചര്യത്തിൽ ലിബറലിസം നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ അവകാശങ്ങൾ വിട്ടോടാൻ പറയുന്ന ഒരു ഭരണകൂടത്തിന് മുന്നിൽ പ്രവാചകന്റെ സുന്നത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ആദർശത്തിൽ നിന്ന് ഒരു അണുമണി നമ്മൾ എന്ത് ചെയ്യൂല, അങ്ങോട്ട് മാറുകയില്ല എന്ന കോൺഫിഡൻറ്റോട് കൂടി എന്നുള്ളതാണ് ഒന്നാമത്തെ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ സുന്നത്ത്. രണ്ടാമത്തേത് കോൺഫിഡൻസ് ആണ്. നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുമ്പോഴും പ്രവാചകനെ ആരും ഇല്ലാതെ ആകുമ്പോഴും ആത്മവിശ്വാസത്തോടു കൂടി പ്രവാചകൻ മുസ്ലിമായി നിന്നു. അതിൻ്റെ ഈ പ്രവാചകൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തൊരു ആത്മവിശ്വാസത്തിൻ്റെ രംഗമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ വന്നിട്ട് അവരെ ഓടിക്കുകയാണ്. ഹുദൈബിയ സന്ധി അപ്പോഴാണ് നടക്കുന്നത്. അതേ പ്രവാചകനാണ് ലോകത്തിലെ വലിയ വലിയ രാജാക്കന്മാർക്ക് നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് പറഞ്ഞിട്ട് എഴുത്തുന്നത്. ഹിജ്റയിലെ എല്ലാം വിട്ട് മദീനയിലേക്ക് പോകുന്ന പ്രവാചകനാണ് പറയുന്നത് എന്ത്, കിസ്രയുടെ താക്കോലുകളെ കുറിച്ചുള്ള വാഗ്ദാനം കൊടുക്കുന്നത്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമായിട്ട് ഇതും കൂടെ പറഞ്ഞിട്ട് ക്ലാസ് അവസാനമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിനെ സ്വന്തം ജീവിതത്തിൽ പകർത്തിയെന്ന് വെച്ചാൽ തവക്കുലാണ്. എല്ലാ നിമിഷവും അള്ളാഹിൻ്റെ മുന്നിൽ ഒരു മനുഷ്യനോടും കരഞ്ഞു പറയാതെ രാത്രി തഹജ്ജുദ് നമസ്കരിച്ച് പടച്ചവൻ്റെ മുന്നിൽ എല്ലാം കരഞ്ഞിട്ട് പുറത്ത് വന്ന് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്ന ഗ്രേറ്റ്നെസ് ആണ് പ്രവാചകൻ എന്ന് പറയുന്നത്. തവക്കുൽ, അള്ളാഹുവിനെ കൂടെ കൊണ്ടു നടന്നു എന്നുള്ളത് ഇതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് 2-3 പോയിന്റുകളാണ്. ഈ റബീഉൽ അവ്വൽ നമ്മൾ ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പം എന്തെങ്കിലും ഒരു പുതിയ സാധനം നമ്മുടെ ജീവിതത്തിൽ വരണം. ഒന്നാമത് ഞാൻ പറയാൻ ശ്രമിച്ചത്, പ്രവാചകനെ അറിയാതെ നമുക്ക് മുസ്ലിമായിട്ട് ഈ ജീവിതത്തിൻ്റെ 1-ാം ക്ലാസ്സിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഖുർആൻ മനസ്സിലാവില്ല. അപ്പം നമ്മൾ ഇതുവരെ പ്രവാചകൻ്റെ ചരിത്രം അറിഞ്ഞിട്ടില്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞതും ഗഹനമായി പറഞ്ഞതും ഏതെങ്കിലും ഒരു ചരിത്രം എടുക്കുക, ഒരു 2 മാസത്തെ ഒരു ടാർഗറ്റ് വെക്കുക, എന്നിട്ട് പ്രവാചകൻ്റെ ഏതെങ്കിലും ഒരു ചരിത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കാം. രണ്ടാമത് ഞാൻ പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തുകൾ, ആരാധനാ സുന്നത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ജീവിതത്തിലെ സുന്നത്തുകൾ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഒരു 2 മാസം എടുത്തിട്ട് ഒരു 5 സുന്നത്തുകൾ, അല്ലെങ്കിൽ ഈ ഒരു മാസം അറ്റ്ലീസ്റ്റ് ഈ റബീഉൽ അവ്വലിൻ്റെ ചൂട് നിലനിൽക്കുമ്പം ഒരു 2 സുന്നത്തുകൾ. മനുഷ്യരോട് ചിരിക്കുക എന്നുള്ളൊരു സുന്നത്താണ്. സംവാദത്തിൽ താൻ ശരിയായിരിക്കുമ്പോഴും പുറത്തു കൊടുക്കുക എന്നതൊരു സുന്നത്താണ്. ഏതെങ്കിലും ഒരു 2 സുന്നത്ത് ഈ ഒരു മാസം നമ്മുടെ ജീവിതത്തിൽ പകർത്താം. മൂന്നാമത് ഞാൻ പറഞ്ഞത്, നമ്മളെ മക്കൾക്ക് പ്രവാചകൻ ഹീറോ ആകുന്ന രീതിയിൽ, ഇൻസ്പയറിങ് ആകുന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ സംഭവങ്ങളിൽ ഏതെങ്കിലും പറഞ്ഞു കൊടുക്കുക. ഈ ലിബറൽ കാലഘട്ടത്തിൽ പെൺകുട്ടികളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പെൺകുട്ടികളോടും ഭാര്യമാരോടും പെരുമാറിയത് നമ്മൾ പറയും, അവരൊക്കെ ഇത് പഠിച്ചോളും. നമ്മൾ നിർബന്ധമായും പറഞ്ഞ് പ്രവാചകനെ ഇൻസ്പയറിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറും പേഴ്സണാലിറ്റി ആയിട്ട് വെക്കണം. നാലാമത് ഞാൻ പറഞ്ഞത് ഹുബ്ബാണ്, സ്നേഹം. ആ സ്നേഹം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. നാളെ അള്ളാഹു ചോദ്യം ചെയ്യും. ആ സ്നേഹം ഉണ്ടാകണമെങ്കിൽ അറിവുണ്ടാകണം. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഓർക്കണം എന്ന് വിചാരിച്ചാൽ ഓർക്കാൻ മാത്രം നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് അള്ളാഹു പ്രവാചകൻ്റെ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അത്തഹിയാത്തിൽ പ്രവാചകനോട് സലാം പറയുന്നുണ്ട്, അസ്സലാമു അലൈക അയ്യുൻ നബിയു. പ്രവാചകനെ ഓർക്കാൻ, കണക്ട് ചെയ്യാനുള്ള സന്ദർഭമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മൾ നമസ്കാരത്തിൽ അത്തഹിയാത്തിൽ പറയും. ആ സമയത്ത് പ്രവാചകനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സന്ദർഭമാണ്. അതിനുശേഷം പ്രവാചകൻ്റെ പേരിൽ സ്വലാത്താണ് നമ്മൾ ചെയ്യുന്നത്. 3-ാമത്തെ സന്ദർഭം പ്രവാചകനായിട്ട് കണക്ട് ചെയ്യാനുള്ളത്. 4-ാമത്തെ സന്ദർഭം ബാങ്ക് കൊടുക്കുമ്പം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ നമ്മളും എന്ത് പറയണം, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പ്രവാചകനായിട്ട് കണക്ട് ചെയ്യാനുള്ള സന്ദർഭമാണ്. അവസാനം പ്രവാചകനുമായിട്ടുള്ള കണക്ട് ചെയ്യാനുള്ള സന്ദർഭമാണ് പ്രവാചകൻ്റെ പേര് പറയുമ്പം കണ്ണ് നിറഞ്ഞ് ഇഷ്ടത്തോടു കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് പറയാൻ കഴിയണം. പടച്ചോൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പ്രവാചകനെ കൂടുതൽ അറിയാനും ആ ജീവിതത്തിനെ ഇഷ്ടപ്പെടാനും ഉള്ളൊരു തിരിച്ചറിവ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പടച്ചവൻ പ്രവാചകൻ്റെ സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിൽ ഏതോ അർത്ഥത്തിൽ അനുസരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, പ്രവാചകൻ്റെ സുന്നത്തിന് വിരുദ്ധമായി ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പടച്ചോൻ നമുക്ക് പുറത്തു വരുമാറാകട്ടെ. പ്രവാചകൻ്റെ സുന്നത്ത് വളരെ മെല്ലെയാണെങ്കിലും
അതും ജീവിതത്തിൽ പിന്നെ പകർത്താൻ കഴിയുന്നൊരു ഈമാനും തിരിച്ചറിവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പ്രവാചകനെ കാണാനും പ്രവാചകൻ്റെ അടുത്തിരിക്കാനും ആ കയ്യിൽ നിന്നൊരിറ്റ് വെള്ളം കുടിച്ച് ദാഹമകറ്റാനും കഴിയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പടച്ചോൻ നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റബ്ബ്.